നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളെ ഗാർഹിക വിസയിൽ കൊണ്ടുവന്ന് വൻതുകയ്ക്ക് വിൽക്കുന്ന സംഘങ്ങൾ സജീവമാകുന്നതായി റിപ്പോർട്ട്. ഇതിനെതിരെ നടപടി ശക്തമാക്കിയിരിക്കുകയാണ് കുവൈറ്റ്. മനുഷ്യക്കടത്ത് തടയുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് പ്രത്യേക നടപടികൾ കൈക്കൊണ്ടതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. ഹാസ്മെയ്ഡ് ഓഫീസുകൾ, ഏജന്റുമാർ എന്നിവ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കിയതായാണ് വിവരം. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മനുഷ്യക്കടത്ത് സംഘത്തിന് നേതൃത്വം നൽകുന്നതെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ഇവർ ഇരകളാക്കുന്നതെന്നും വിവരമുണ്ട്. ഗാർഹിക ജോലിക്കാരെ സ്പോൺസർമാരുടെ അടുക്കൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുകയും ഇങ്ങനെ എത്തുന്നവരെ ഒളിവിൽ പാർപ്പിച്ച ശേഷം വിൽപ്പന നടത്തുകയുമാണ് സംഘങ്ങളുടെ രീതിയെന്നും മന്ത്രാലയത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനിടെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട 150 പേരെ പിടികൂടി നാടുകടത്തിയതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. ഗാർഹിക തൊഴിലാളി നിയമത്തിൽ കൃത്രിമം കാണിച്ചതിന് 2018 420 പേരും 2017 520 പേരുമാണ് പിടിയിലായത്. 2016 860 പേരെ ഇക്കാരണത്താൽ നാടുകടത്തിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈയിടെയായി കുവൈറ്റിൽ വ്യാജ വിസയിൽ പെട്ടുപോകുന്നവരുടെ കണക്ക് കൂടി വരികയാണ്. ഇതിൽ പെട്ടുപോകുന്നതിൽ ഒട്ടുമിക്കവരും ഇന്ത്യയിൽ നിന്നെത്തുന്ന സ്ത്രീകളാണെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അതിൽ കൂടുതലും മലയാളി യുവതികളാണ് എന്ന വാർത്തയും പുറത്തു വന്നതാണ്. അതേസമയം കുവൈറ്റിൽ വിസ കച്ചവടക്കാർക്കെതിരെയുള്ള ശിക്ഷ കടുപ്പിക്കുകയാണ്. മനുഷ്യക്കടത്തിനെതിരെ കർശന നടപടിയായിട്ടാണ് ബന്ധപ്പെട്ട സർക്കാർ സമിതിയുടെ നീക്കം. ജനസംഖ്യയിലെ അസന്തുലിതം പരിഹരിക്കാൻ രൂപീകരിച്ച സമിതിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ശുപാർശകളും അടങ്ങിയ റിപ്പോർട്ട് സാമ്പത്തിക കാര്യ മന്ത്രി മറിയം അൽ അഖീലിന് സമർപ്പിച്ചത്. വിസ കച്ചവടം നടത്തുന്നവർക്കെതിരെ 6 വർഷം വരെ തടവും 4000 ദിനാർ പിഴയും റിപ്പോർട്ടിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇതോടൊപ്പം വാണിജ്യ മന്ത്രാലയം, മാനവ വിഭവശേഷി സമിതി, മുനിസിപ്പാലിറ്റി മുതലായ 4 സർക്കാർ ഏജൻസികളുടെ മേൽനോട്ടത്തിൽ വിസ കച്ചവടത്തിന് മാത്രമായി പ്രവർത്തിക്കുന്ന കടലാസ് സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കാനും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.